ഞങ്ങൾ അടുത്തതായി പോകുന്നത് നമ്മുടെ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം സന്ദർശിക്കുവാനാണ്. ചർച്ച് ഓഫ് നേറ്റിവിറ്റി അഥവാ ഈശോ ജനിച്ച സ്ഥലം. വിശുദ്ധ നാട്ടിലെ ഏറ്റവും പൗരാണികവും വലിയതുമായ ഒരു ദേവാലയമാണിത്. AD 330-നും 333-നും ഇടയ്ക്കാണ് ഈ ദേവാലയത്തിൻ്റെ നിർമ്മിതി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ഈ ദേവാലയം നിർമ്മിച്ചത്. ഈ ദേവാലയം 6-ാം നൂറ്റാണ്ടിൽ സമരിറ്റൻ വിപ്ലവകാലത്ത് തീയിട്ട് നശിപ്പിച്ചു. കുറേ വർഷങ്ങൾക്ക് ശേഷം ബൈസന്റൈൻ രാജാവായിരുന്ന ജുസ്റ്റിനിയനാണ് ഇന്ന് കാണുന്ന ഈ ദേവാലയം നിർമ്മിച്ചത്. 3 ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ് ഈ ദേവാലയത്തിൻ്റെ കസ്റ്റോഡിയൻസ്. അർമേനിയൻ ഓർത്തഡോക്സ്, ഗ്രീക്ക് ഓർത്തഡോക്സ്, കാത്തലിക് എന്നിവയാണ് ആ പ്രധാന വിഭാഗങ്ങൾ. ക്യൂ നിന്ന് വേണം ഈശോയുടെ ജനന സ്ഥലം കാണുവാൻ. ക്യൂ നിന്ന് 18 പടികൾ താഴേക്ക് ഇറങ്ങുമ്പോൾ 12x3 മീറ്റർ വലിപ്പമുള്ള ഒരു ഗുഹയിൽ എത്തിച്ചേരും. അവിടെ അൾത്താരയുടെ അടിയിലായി 14 കാലുകളുള്ള ഒരു വെള്ളി നക്ഷത്രം പതിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഈശോ ജനിച്ചത്. വെള്ളി നക്ഷത്രത്തിന് ചുറ്റും കന്യകയായ മറിയത്തിൻ്റെ മകനായി യേശു ക്രിസ്തു ഇവിടെ ജനിച്ചു എന്ന് ലത്തീൻ ഭാഷയിൽ എഴുതി വച്ചിട്ടുണ്ട്. എല്ലാവരും കുമ്പിട്ട് ഈശോ ജനിച്ച സ്ഥലത്തുള്ള വെള്ളി നക്ഷത്രത്തിൽ തൊട്ട് പ്രാർത്ഥിച്ചു. ഇവിടുത്തെ സന്ദർശനം പൂർത്തിയാക്കി ഞങ്ങൾ തൊട്ടടുത്ത കത്തോലിക്ക ദേവാലയമായ സെന്റ് കാതറിൻ ദേവാലയത്തിലെത്തി. ക്രിസ്മസിൻ്റെ പാതിരാ കുർബാന നടക്കുന്നത് ഈ ദേവാലയത്തിലാണ്. ഈ ദേവാലയത്തിൻ്റെ വലത്തേ മൂലയിലുള്ള പടിക്കെട്ടുകൾ ഇറങ്ങിച്ചെല്ലുന്നത് അനവധി ചാപ്പലുകളുള്ള ഒരു ഗുഹയിലേക്കാണ്. സെന്റ് ജോസഫ് ഗ്രോട്ടോ, കുഞ്ഞിപ്പേതങ്ങളുടെ ഗ്രോട്ടോ, സെന്റ് ജെറോം ഗ്രോട്ടോ എന്നിവയാണ് പ്രധാനപ്പെട്ടത്. സെന്റ് ജോസഫ് ഗ്രോട്ടോ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഗബ്രിയേൽ മാലാഖ ഉണ്ണീശോയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുവാൻ ജോസഫിനോട് ആവശ്യപ്പെടുന്നത്. 30 വർഷക്കാലം സെന്റ് ജെറോം ഇവിടെ ഒരു ഗുഹയിലിരുന്നാണ് ബൈബിൾ ലാറ്റിൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത്. അതാണ് സെന്റ് ജെറോം ഗ്രോട്ടോ. ഹെറോദോസ് രാജാവ് ഈശോയുടെ ബാല്യത്തിൽ കൊന്നൊടുക്കിയ ശിശുക്കളെ അടക്കിയ സ്ഥലമാണ് കുഞ്ഞിപ്പേതങ്ങളുടെ ഗ്രോട്ടോ. ഇവിടുത്തെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങി.